ഹായ് ഗൈസ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നെന്താ അറിയാം, പനി പിടിച്ചു പനി. അപ്പോൾ എന്തായാലും ഇന്ന് ലീവായി. അപ്പം നിങ്ങളോട് കുറച്ച് നേരം സംസാരിക്കണം എന്ന് തോന്നി. അപ്പം അങ്ങനെ വന്നു. നല്ല കൊതുണ്ട് ഇവിടെ, കറണ്ട് പോയിരിക്കുകയാണ്. പിന്നെ ഞാനും കുട്ടിയും കൂടി വീട്ടിൽ പോയി. അവിടെ ആ തോളിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, ഇങ്ങനെ നമ്മളിവിടെ വെക്കില്ലേ, ഇവിടെ ഉണ്ടോ കേട്, ഇവിടെ വെക്കില്ലേ നമ്മൾ തോൾ കഴുത്തിലൊക്കെ ഇട്ടിട്ട് വെക്കില്ലേ, ആ സാധനം അത് അത് അവിടെ ഇല്ല. അപ്പോൾ മുന്നേക്ക് ഒരു വീഴ്ച പറ്റിയതാണ് ബൈക്കിൽ നിന്ന്. അപ്പോൾ എന്നിട്ട് അത് മൗലാന ഹോസ്പിറ്റലാണ് ഞാൻ കിടന്നത്. മൗലാന ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഒരു 3 മാസം, ഒരു 2 മാസം 1.5 മാസം മൗലാന ഹോസ്പിറ്റലിൽ കിടന്നു. അവിടുന്ന് പിന്നെ ഒരു 2-3 മാസം എന്നോട് ഇത് കയ്യിലിങ്ങനെ കെട്ടി നടക്കാൻ പറഞ്ഞാണ്. പക്ഷേ ഞാനൊരു 9 ദിവസം 2 ആയപ്പോഴേക്കും ഞാൻ ഇത് എടുത്തു. കാരണം അന്ന് ഞാൻ ബസ്സിലോടുകയാണ്, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. അന്ന് ഞാൻ ബസ്സിലോടുമ്പോൾ ഇപ്പോൾ പനിക്കണ പോലെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ പനിയപ്പോൾ അതൊരു ഉച്ചയ്ക്ക് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ബസ്സിലോടുകയാണ്. അപ്പോൾ അങ്ങനെ ബസ്സിലോടുമ്പോൾ നമ്മൾ അമ്പലപ്പാറ ടു അമ്പലപ്പാറ, വേങ്ങശ്ശേരി, കടമ്പഴിപ്പുറം അങ്ങനെ പോയായിരുന്നു. അപ്പോൾ അങ്ങനെ ബസ്സിലോടുമ്പോൾ അവിടെ എൻ്റെ ആ ബസ്സിൻ്റെ ബോക്സൊക്കെ ഇരിക്കുന്നുണ്ട്, പാട്ട് ബോക്സ്, അതേപോലെ സെറ്റ് ഇരിക്കുന്നുണ്ട്. എന്നാൽ പെൻ ഡ്രൈവ് ഇടുന്ന സെറ്റാണ് അന്ന്. അപ്പോൾ അതും ബോക്സ് ഇരിക്കുന്നു. ഇനിയിപ്പോൾ അത് ഞാൻ ഏതായാലും ഒരു 3-4 മാസം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. അപ്പോഴേക്ക് ഈ സാധനങ്ങളൊക്കെ കേട് വന്നാലോ വെച്ചിട്ടേ ഈ ബസ് വിൽക്കാനും പോവാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാനത് പോയിട്ട് എടുത്തു. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കൈ അയച്ചത്. പക്ഷെ അതിൻ്റെ വേദന എപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ ഇടയായിട്ട് ഒരു 2 ആഴ്ച അല്ല ഒരു 2-3 മാസം മുന്നേ ഞാൻ വീണപ്പോൾ ഈ ഭാഗം തന്നെ ഇടിച്ചിട്ട് വീണ്. ബൈക്ക് വന്നപ്പോഴാണ് കേട്ടോ ഈ സംഭവങ്ങളൊക്കെ. ബൈക്ക് ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, പക്ഷേ എന്നാലും വേദന ഉണ്ടായിരുന്നു തോളിൽ. പക്ഷെ ബൈക്ക് വന്നപ്പോൾ വീണപ്പോൾ ഒന്നും കൂടി റെഡിയായി. ഇപ്പോൾ ഒരു മിനിഞ്ഞാന്നോ വീണു. അപ്പോൾ ആദ്യം വീണു ഒന്ന്, അതിൽ ആശുപത്രി കിടന്നു. പിന്നെ അത് വീണു ഒന്ന്, അത് നമ്മൾ കാര്യമാക്കിയില്ല. പിന്നെ രണ്ടാമതും ഇപ്പോൾ വീണു. അപ്പോൾ ഫുള്ള് ഡേഞ്ചറായി. അപ്പോൾ അങ്ങനെ ഇന്നലെ മിനിഞ്ഞാന്നാണ് വീണത്. അപ്പോൾ ഇതിനൊക്കെ വേദന, തല വേദനിക്കുന്നുണ്ട്, പനിക്കുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലും പറയണ്ടേ, നിങ്ങളോടും പറയണം ഞാൻ. കാരണം ഞാൻ അങ്ങനെയാണ്. എനിക്ക് ഒരാളോട് ദേഷ്യപ്പെടാറില്ല, ഒരാളിനോട് നന്നല്ലാത്തൊരു വാക്ക് പറയാറില്ല. എനിക്ക് കേൾക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കണം. കാരണം ഞാൻ മയക്കൊന്നും വെച്ചിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് കോളർ മയക്ക പറഞ്ഞാൽ ആ മയക്കല്ല, കോളർ മയക്ക അതൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ പിന്നെ വീട്ടിൽ പോയതപ്പോൾ വന്നുള്ളൂ. വീട്ടിൽ പോയിട്ട് ഞാനും കുട്ടിയും കൂടി വീട്ടിൽ പോയി, ഞാനും കുഞ്ഞാറ്റും കൂടി. ഇവിടെ എത്തിയപ്പോഴേക്കും ഫുള്ള് ടയേർഡായി, കണ്ണൊക്കെ നല്ല ചൂടുണ്ട്. ഇപ്പോൾ ഒരു പാരസെറ്റമോൾ അപ്പുറത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഹോസ്പിറ്റലിൽ പോവാം, അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ പോവാം. മെഡിക്കൽ ഷോപ്പിൽ പോവാം. ഇനി വയ്യ, നടക്കാനും വയ്യ, വണ്ടി ഓടിക്കാനും വയ്യ. അപ്പോൾ ഒരു പാരസെറ്റമോൾ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അത് കാണാനില്ല. അപ്പോൾ അങ്ങനെ ഇനി അതൊന്ന് കഴിച്ച് നോക്കട്ടെ കുറച്ച് കഴിഞ്ഞിട്ട്. ഓക്കെ. പിന്നെ ഇപ്പോൾ എന്താ കൂടെ പറയുക, വൈഫും കുട്ടി അപ്പുറത്ത് കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്, മുറ്റത്ത് കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഭയങ്കര കൊതുകാണ്. ഇപ്പോൾ കറണ്ട് പോയിരിക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ ഫാനൊന്നും തിരിക്കാൻ പറ്റില്ല, നല്ല കൊതുകാണ്. പിന്നെ യൂട്യൂബ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കണം എന്താ വെച്ചാൽ തോന്നി. അതന്നെ, നമ്മൾ യൂട്യൂബ് തുടങ്ങുമ്പോൾ അതിൽ കുറേ ക്രൈറ്റീരിയ ഉണ്ട് കേട്ടോ. അതൊക്കെ ഫോളോ ചെയ്യുക എല്ലാവരും. അപ്പോൾ ഒന്നാണ്. അപ്പോൾ ഇത് വയ്യായുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. വയ്യായ പറഞ്ഞ ഒരുപാടുണ്ട്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ കൂടപ്പിറപ്പാണല്ലോ. യൂട്യൂബ് നിങ്ങൾ തുടങ്ങുമ്പോൾ നിങ്ങൾ
അതിൽ കുറേ ക്രൈറ്റീരിയ ഉണ്ട്. അത് എന്താ വെച്ചാൽ അതിൽ മറ്റുള്ളവരുടെ കണ്ടൻറ്റ്, മറ്റുള്ളവരുടെ ട്യൂണ്, മറ്റുള്ളവരുടെ പാട്ട് അതൊന്നും എടുത്ത് കോപ്പി ചെയ്യാൻ പാടില്ല. ഷോർട്ടിൽ വരും, അതന്നെ എടുത്ത് കോപ്പി ചെയ്യുക. പിന്നെ അതിൽ കുറേ ഞാനിത് എപ്പോഴും ഇടാത്ത എന്താ അറിയാം, ഞാൻ പറയണത് എനിക്ക് എപ്പോഴും യൂട്യൂബിൽ നിന്ന് ഷോർട്സൊക്കെ ഇടണം, അല്ലെങ്കിൽ വലിയ വലിയ വീഡിയോസൊക്കെ ഇടണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ അതിന് ടൈമും കിട്ടുന്നില്ല, കണ്ടൻറ്റും കിട്ടില്ല. കണ്ടൻറ്റ് കിട്ടാനായിട്ടല്ല, പക്ഷേ കുട്ടിയോട് ഞാൻ പറയും ഇടയ്ക്ക്, ഉണ്ണി വാ നമുക്ക് യൂട്യൂബിൽ ഷോർട്ട് ഇടുക, അല്ലെങ്കിൽ ഇതാ ഒരു വീഡിയോ ഇടുക പറയും. അപ്പോൾ കുട്ടി പറയും കുറച്ച് നേരമൊക്കെ വരും, പിന്നെ ഇല്ല ഇല്ല പറയും. അപ്പോൾ അതിനിപ്പോൾ അത്രയല്ലേ ആയിട്ടുള്ളൂ, കുഞ്ഞാറ്റയ്ക്ക് 3 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ അതിന് അത്രയല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഇന്നിപ്പോൾ അതിന് നിർബന്ധിക്കാൻ പോകണില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ കുറച്ച് ദിവസം ഇപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മളിപ്പോൾ ഈ യൂട്യൂബിൽ ഇങ്ങനെ ഇടണം ലോങ് വീഡിയോ. ഓക്കെ, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ കുട്ടീനെ കൊണ്ട് ഇന്ന് പോയി പറഞ്ഞില്ലേ വീട്ടിലേക്ക്. പക്ഷെ നേരത്തെ ഇവിടെ വന്ന് ഒരു 7, 8, 9, 10 മണിക്കോ 9 മണിക്കോ 10 മണിക്കോ മറ്റേ പോയി. 10 മണിക്കോ 11 മണിക്കോ മറ്റേ പോയി. പക്ഷെ ഇവിടെ എത്തിയത് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ മുന്നേ, അതായത് 5 മണി 5:15 5 മണിക്കൊക്കെ എത്തിയത്. കാരണം ഇരുട്ടത്ത് കൊണ്ടുവന്നാലേ, അല്ലെങ്കിൽ കുറേ ഒന്നും കൂടി നേരം വൈകിട്ട് കൊടുന്നാൽ കുട്ടി അവിടെ കരയും. കാരണം അതിനെ നമ്മുടെ ആ റോഡ് അത്ര ഒരു നല്ലതല്ല, അതുകൊണ്ട് കരയും ഇവിടെ വീട്ടിലെത്തിയ. പിന്നെ അതിനെ അവിടെ ഒക്കെ കൊണ്ടുകൊണ്ട് വരും. അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഇങ്ങോട്ട് വന്നു. ഓക്കെ, ഇനിയിപ്പോൾ നാളെ പണിയുണ്ട്. നാളെ ഇപ്പോൾ പോകണ്ടേ വെച്ചിട്ടാണ്. ഇങ്ങോട്ട് പോവാ ചക്കരെ, പോകണ്ടേ വെച്ചിട്ടാണ്. കാരണം പനിക്കണോണ്ട് ഞാൻ പറഞ്ഞു എല്ലാവരോടും പനിയാണ് പറഞ്ഞു. തോളത്ത് തൊടല്ലേ. എന്താ അമ്മ അടിച്ചോ? എന്നാ പറഞ്ഞു നോക്കാം. അമ്മ അടിച്ചു. ആരോട് പറഞ്ഞു കൊടുത്ത്? ചോറ് തന്നില്ലേ? അമ്മേനെ അച്ഛോ. അച്ഛന് പനിയാണ്. ഇനിയിപ്പോൾ അത് ഉണ്ണിക്ക് പേർത്തുണ്ട്. അവിടെ ചൂടുണ്ടോ ഉണ്ണി? നല്ല ചൂടുണ്ടോ? അവിടെ പൊട്ടിയാണ് തോള്. കയ്യനക്കാൻ പോലും വയ്ക്കും. അമ്മ അടിച്ചോ? അമ്മേനെ നമുക്ക് ഇറത്ത് ചോറ് കൊടുത്തിട്ട് ഓക്കെ ഗേസ്, എന്നാ കുറച്ച് കഴിഞ്ഞിട്ട് വരാം.